Hi friends, welcome to Shilu's kitchen. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കിടിലൻ ഒരു പുഡിംഗ് റെസിപ്പിയായിട്ടാണ്. മറ്റൊന്നുമല്ല, ബ്രെഡ് പുഡിംഗ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ശരി, ഇനി ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട്, വളരെ കുറച്ച് വെള്ളം, ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുള്ളൂ. അതിനകത്തേക്ക് നമ്മളിപ്പോൾ ഒരു 1/2 കപ്പ് ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. നമുക്കൊരു ഗോൾഡൻ കളറാണ് കിട്ടേണ്ടത്. അപ്പോൾ ഒരുപാട് ഡാർക്ക് കളറായി പോകുന്നു വേണ്ട. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പിന് ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ ഷുഗർ സിറപ്പിന് ഇപ്പം നല്ലൊരു ഗോൾഡൻ കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൽ കൂടുതൽ വെച്ചുകൊണ്ട് ഇരിക്കേണ്ട, ഇത് മതി. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാത്രം, ഇവിടെ ഒരു കേക്ക് ടീനാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാത്രം വേണോ എടുക്കാം. അതിനകത്തേക്ക് നമ്മൾ ഈ ഒരു ഷുഗർ സിറപ്പ് എല്ലാ ഇടത്തും എത്തുന്ന രീതിയിൽ നമുക്കതൊന്ന് ഒഴിച്ചിട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇനി ഞാനൊരു 6 പീസ് ബ്രെഡ് ഇട്ടിട്ടുണ്ട്. അത് കണ്ടില്ലേ, കുറച്ച് തിക്കായിട്ടുള്ള ബ്രെഡ് പീസാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ബ്രെഡ് പീസിൻ്റെ ആ ഒരു സൈസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എണ്ണം തീരുമാനിക്കും. അപ്പോൾ ഈ ഒരു സൈസിലുള്ള ഒരു 6 പീസ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനതിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്യുന്നില്ല. അല്ലാണ്ട് തന്നെ നമ്മളിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഞാനിപ്പോൾ ഇത് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഓരോരോ ബ്രെഡ് പീസസായി എടുത്ത് ചെറിയ പീസായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്ക് കിട്ടണം. കണ്ടില്ലേ, നമുക്ക് നല്ല ഫൈനായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം 2 കോഴിമുട്ട ഞാൻ ഇതിനകത്തേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാരയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ വാനില എസൻസ്. നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കപ്പൊടി എന്തെങ്കിലും ചേർത്താലും മതി. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫ്ലേവറിലുള്ള എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ ഒരു മുട്ടേൻ്റെ ഒക്കെ ഒരു സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വാനില എസൻസ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഞാനിപ്പോൾ ഇത് മാറ്റുകയാണ്. അതിലേക്കൊരു 1/2 കപ്പ് പാലാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ബാക്കി 1 കപ്പ് പാലും കൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നിച്ച് അടിച്ചെടുക്കുമ്പോൾ പുറത്തേക്ക് വരും, അതുകൊണ്ടാണ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ആദ്യം കാരമലൈസ് ചെയ്തിട്ടുള്ള ഷുഗർ സിറപ്പ് ഒഴിച്ചില്ലേ നമ്മളെ പാത്രം, അതിനകത്തേക്ക് നമ്മൾ ഈ ഒരു മിക്സ് ഒഴിച്ചതിന് ശേഷം ഒരു അലൂമിനിയം ഫോയിലോ അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പറാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ബട്ടർ പേപ്പർ നന്നായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം നമ്മളൊരു കയറ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കെട്ടിയിട്ടുണ്ട്. കുറച്ച് ഹോൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അലൂമിനിയത്തിൻ്റെ ഫോയിലാണ് ഉള്ളതെങ്കിൽ അത് ചെയ്യാം. എന്നിട്ട് നമ്മളിപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചതിന് ശേഷം അതിനകത്തേക്ക് ഒരു റിങ് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഇപ്പോൾ ഇത് ഇറക്കി വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റീമർ ഉണ്ടെങ്കിൽ അതാണ് എളുപ്പം. എന്നിട്ട് നമ്മളത് മൂടി വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ മുതൽ ഒരു 45 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ ഒരു ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത്. 1/2 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് തുറന്ന് നോക്കാം. എന്നിട്ട് എന്തെങ്കിലും ഒരു ടൂത്ത് പിക്കൊക്കെ വെച്ചിട്ട് കുത്തി നോക്കാം, അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് കുത്തി നോക്കുമ്പോൾ ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടണം. 45 മിനിറ്റിന് ശേഷം നമ്മൾ പുഡിംഗ് ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ 2 മണിക്കൂർ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ പുഡിംഗ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഒരു പ്ലേറ്റ് വെച്ച് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം.
കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു 15 മിനിറ്റ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം വരുള്ളൂ കേട്ടോ. കൂടുതലായതുകൊണ്ടാണ് 45 മിനിറ്റ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല കിടിലൻ ഒരു ഐറ്റമാണിത്. ഇത് വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.